പ്രോനൗൺസ്. പ്രോനൗൺസ് എന്ന് പറയുന്നത് നമ്മളെ നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഈ ലോകത്ത് എന്തോരം കാര്യങ്ങളുണ്ടെന്ന്. ഇപ്പം ഭൂമിയുടെ അകത്തും പുറത്തുമായിട്ട് ഒത്തിരി വസ്തുക്കളുണ്ട്. ഈ ഓരോ വസ്തുവിനും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പം ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഒരു പേരാണ്. ആ ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഭൂമി, എർത്ത് എന്ന്. അപ്പൊ ഈ എർത്തിനകത്ത് തന്നെ ട്രീസ്, ബേർഡ്സ്, മനുഷ്യര്, മാൻ. ഈ ഓരോ മനുഷ്യർ ഇപ്പൊ ആണുണ്ട്, പെണ്ണുണ്ട്. ഈ ഓരോ മനുഷ്യർക്ക് തന്നെ നമ്മൾ ഓരോരുത്തർക്കും പേര് കൊടുത്തിട്ടുണ്ട്. മനു, ലത, ഇർഫാൻ, അങ്ങനെ അങ്ങനെ പല 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 പേരുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പേരിട്ട കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ ഏതൊരു വസ്തുവിനും പേര് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നൗൺസ് എന്നാണ് വിളിക്കുന്നത്. നെയിമിംഗ് വേർഡ്സ് ആണ് എന്ത്? നൗൺസ്. ഈ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പേര് എടുത്തെടുത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ ലതയെ കുറിച്ച് സംസാരിക്കുകയാണ്. ലത ഒരു വിദ്യാർത്ഥിയാണ്. ലത താമസിക്കുന്നത് എറണാകുളത്താണ്. ലതയ്ക്ക് ബുക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ലത ഇസ് എ സ്റ്റുഡന്റ്. ലത ലിവ്സ് ഇൻ എറണാകുളം. ലത ലൈക്സ് റീഡിംഗ് ബുക്സ്. ഓക്കെ. അപ്പൊ ഈ ലത 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 നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് പകരം നമുക്ക് ഏത് വേർഡ് അവിടെ യൂസ് ചെയ്യാം? ലതയ്ക്ക് പകരം അവൾ. ലത ഒരു വിദ്യാർത്ഥിയാണ്. അവൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അവൾക്ക് ബുക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുന്നത്? ഷീ. ലതയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഷീ. ലത ഇസ് എ സ്റ്റുഡന്റ്. ഷീ ലിവ്സ് ഇൻ എറണാകുളം. ഷീ ലൈക്സ് റീഡിംഗ് ബുക്സ്. ഓക്കെ. അപ്പൊ ഇതാണ് പ്രോനൗൺസ്. ഈ ഒരു നൗണിന്, ലത എന്ന് പറഞ്ഞ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്തതാണ് എന്ത്? ഷീ. അപ്പൊ അതാണ് പ്രോനൗൺസ്. ഈ പ്രോനൗൺസിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ.